അളിയാ സാറാ ജീവൻ എനിക്ക് നല്ല ഇഷ്ടം. இது இந்த மாதிரி அழகு வர பாட்டெல்லாம் ஏன் பாடிட்டு இருக்கீங்க? மஸ்தா ஒரு இளைய தளபதி பாட்டு பாடுங்க. അതെ, ഈ ഇളയ ദളപതി എന്നുള്ള പടത്തിലെ പാട്ടം ഞാൻ കേട്ടിട്ടില്ല. ஐயோ விஜய் பாட்டு தெரியாதா? என்னங்க இது? അറിയില്ല. നീ ഒന്ന് ஓகே പാടി. நான் பாடுறேன். ஜாயின் பண்ணிக்க. ஓகே தொடங்க. அப்படி போடு 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 அசத்தி போடு கண்ணாலே இப்படி போடு 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 இப்படி போய் கையாலே போதுமா இன்னும் கொஞ்சம் வேணும். കണ്ണ പോത്തെ കണ്ണാമ്പൂ കുഴപ്പാവോ? എന്തോന്ന് കുഴപ്പം? ദിസ് ഇസ് മൈ ഡൈനിങ് ടേബിൾ. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് ഇരടാ. എപ്പോ വന്നു? ഇപ്പൊ തുടങ്ങിയോ? ആണോ? carry on. ജോലിയടി. വെറുതെ തെറ്റിതാ. പാടി. നമുക്കിനി വേറൊരു നല്ല പാട്ടിനെ ഗംഭീരമായി കൊന്നു കൊല വിളിക്കാം. ഓക്കേ. മേരേ സപ്നോं की ആളിയെ ഇത് കൊള്ളാം. रानी സൂപ്പർ. कब आएगी तू मेरे सपनों की रानी कब आएगी तू मेरे सपनों की. അങ്ങനെയല്ല കാന്താ ഞാനും വരാം. അതുപോലെ മേരേ സപ്നോं की റാണി സപ്നോं की. എന്ത് പാടിയത്? റാണി വന്നണ്ണാ. റാണിയാ? ഏത് റാണി? അയ്യോ എന്തോടി എണ്ണ വയ്ക്കുന്ന ആൾക്കാരെ കാണിച്ചാണോ? വീട്ടിൽ പോടാ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. അല്ല വേണ്ട, ഫിനിഷ് ചെയ്യാൻ നിൽക്കണ്ട. 5 മണി വരെ ഫ്ലാറ്റിൽ അനുവദിക്കും വിസിറ്റേഴ്സിനായി. അതല്ല, ഒരുപാട് നമ്മൾ കുടിക്കാനും പാടില്ല. അല്ല ഞാൻ ഫിറ്റ് ആയി പോയി. കുടിച്ചാൽ കൂടി തിരക്കില്ലടാ. എണീക്കാൻ പറ്റില്ല. ഫിനിഷ് ചെയ്ത് പോവാന്നോ? അത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. ഫിനിഷ് ചെയ്യാം. അല്ലാതെ വീട്ടിൽ വന്ന് വെള്ളം അടിക്കാൻ നാണല്ലോ നിനക്കൊക്കെ. പോലീസ് പിടിക്കും അളിയാ. പിന്നെ പോലീസ് വിളിക്കാൻ ഞാൻ വന്ന് ഇറങ്ങിക്കോളാം. അളിയാ നിന്ന് ഇവിടെ കിടന്നിട്ട് നാളെ പോയാൽ പോരെ. ഇറങ്ങി. പിന്നെ അവളുടെ സങ്കടം നീ സോൾവ് ചെയ്യണം. എന്നെ തോപ്പിക്കാൻ നോക്കുന്ന അതിന് ഇനി ഒരു ജന്മം ജനിക്കണം. വീട്ടിൽ പോ. ഞാൻ ഇവിടെ കിടന്നോളാം. സെറ്റ് കിടന്നോ. മാറടി. ഒരു പൊണ്ണ് അവൻ പുരുഷൻ മുன்னாடி மட்டும் എന്താ இப்படி உடம்பெல்லாம் காட்டி நிப்ப. ഒരു പുരുഷന് അന്യ പെണ്ണിന്റെ കൂടെ എന്തു ആവാ അല്ലേ? ദേ നീ എന്റെ സെർവന്റാ. എന്റെ അനുവാദം കൂടാതെ നീ ആരെ സഹായിക്കാൻ നിക്കണ്ട. പുരിഞ്ചതാ? புரிஞ்சுது. ആ ഒറ്റലേടി. என்னங்க ஏதாவது பார்த்தாச்சா? പാത്തേ அது இல்ல, அக்காவோட உடம்பு வெள்ளையா இருக்கிறது விஷயம் இல்ல. ஏதாவது கிரீம் வாரி போட்டா உடம்பு இன்னும் வெள்ளையாயிடும். யாரு? நீங்க யாரு? സാറാന്ന് കേട്ടപ്പോ ഒരു തമിഴ് സുന്ദരിയാണെന്ന് കരുതിയില്ല. அதுக்கு நான் சாரையா. ഞാൻ അലക്സ് മാളേക്കാരൻ. ജോജോ പറഞ്ഞില്ലേ? நான் செல்வி, இங்க செர்வന്റ്. സെർവന്റാ?
ஓகே നോ പ്രോബ്ലം. என்னங்க என்னங்க எங்க எழுந்துடுங்க இஞ்சி எந்த இத பாரு யாரோ இவள என்ன ഇതെന്തോന്ന് ഞാൻ അലക്സ് മാളേക്കാരൻ. ആരുടെ ഈ 8Bയുടെ കീ വാങ്ങാൻ വന്നതാ. സാറയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാറയുടെ ഹസ്ബൻഡ്. ஏய் இங்க அக்காவோட கூட ஃபிளாட் ஷேரிங் மட்டும் தான் ഓഹോ ഫ്ലാറ്റ് ഷെയറിംഗ്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അലക്സ്. സാറാ യാ സാറാന്ന് കേട്ടപ്പോ ഇത്രയും സിമ്പിൾ ആൻഡ് യങ് ആൻഡ് ബ്യൂട്ടി ആണെന്ന് കരുതിയില്ല. താങ്ക് യു. ഡാക്കി. താങ്ക്സ്. അപ്പൊ ഇനി ജോജോ വരുന്നവരെ മിസ്റ്റർ അലക്സ് 8Bയിൽ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഞാൻ ജോജോയുടെ കസിനാ. ഓ. ഇവിടെ ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് വന്നതാ. രാജി താമസിച്ചോളാന്ന് ഞാൻ പറഞ്ഞതാ. അവന്റെ ഫ്ലാറ്റ് ഇവിടെ ഉള്ളപ്പോ ഞാൻ രാജി താമസിച്ച അവന് കുറച്ചിലാണ്. എനിക്കും അതെ കേട്ടോ. ഒന്നുകിൽ വീട് അല്ലെങ്കിൽ ടാജ്, അല്ലെ ഉറക്കം വരില്ല. കുഞ്ഞുങ്ങളുടെ ശീലങ്ങളാണ്. ഉറക്കം അങ്ങോട്ട് പൂർത്തിയായില്ലല്ലേ? ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഉറക്കം പൂർത്തിയാക്കാറില്ല. ഞാൻ വരുമ്പോ ഇദ്ദേഹം തലവഴി മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുക. ഈ പകൽ സമയത്ത് ആണുങ്ങൾ കിടന്നുറങ്ങുന്നത് വീടിനൊരു ഐശ്വര്യക്കേടാ. ആ അത് ആണുങ്ങളുടെ കാര്യമല്ലേ? അപ്പോ ആണല്ലേ? ഈ ഫ്ലാറ്റ് ഷെയറിംഗ് അല്ലേ? ആ, 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 അതെ. ആ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ആ, ഒന്നും ചെയ്യുന്നില്ല. பெரிய போட்டோகிராஃபர் ആണോ? ഏത് പത്രത്തിലാ? ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ? അല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു പത്രം ഈ അടുത്ത കാലത്ത് തുടങ്ങിയാണ് ഇവിടെ. ആ എന്നാ കിട്ടും ശമ്പളം? 1,00,000 രൂപ. 1,00,000? എന്നടാവേ ഈ ബോംബെ നേരത്തിൽ 2 ഡിന്നർ കഴിക്കാൻ തികയോ? ജോജോ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അടുക്കളയുള്ളപ്പം താജി പോയി ഡിന്നർ കഴിക്കരുതെന്ന്. സാർ എന്ത് ചെയ്യുന്നു? ഞാനൊരു കോഫി ഷോപ്പ് നടത്തുക. കോഫി ഷോപ്പ്? യാ, സാറാസ് കോഫി ക്ലബ്. സാറാസ് കോഫി ക്ലബ്. വെരി നൈസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. താങ്ക് യു. ആ കൈ ഇങ്ങന്നേ. ആ കൈ ഇങ്ങന്നേ. ഇങ്ങ് തന്നേന്നേ. ഇതിനല്ലേ ഷെയ്ക്കാൻഡ് തരേണ്ടേ? സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന സ്ത്രീകളെ ഞാനങ്ങ് ബഹുമാനിച്ചു കളയും. ചിലപ്പോ അങ്ങ് ആദരിച്ചും കളയും. എന്നാണേലും നമ്മ രണ്ടും ഒരേ എന്നാ എന്ന് വെച്ചാൽ എനിക്കും ഹോട്ടൽ ബിസിനസ്സാ. ഞാനിപ്പോ ബോംബെയിൽ വന്ന് തന്നെ ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിന്റെ കാര്യം പ്ലാൻ ചെയ്യാനാ. സാർ അതിലൊരെണ്ണം ഏറ്റെടുത്ത് നടത്തി തരണം. നോ പറയരുത്. ഓ ഷുവർ, സന്തോഷമല്ലോ. സത്യത്തിൽ സാറയുടെ ഈ പ്രസരിപ്പും ചുറുചുറുക്കും മോജസും കണ്ടപ്പോഴെനിക്ക് തോന്നിയതാ ഞാൻ വന്നു വിട്ടിരിക്കുന്ന ഒരു സാധാരണക്കാരുടെ അടുത്തല്ലാന്ന്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഈ വിനയം സൗന്ദര്യം കൂട്ടും. സിനിമയിൽ അഭിനയിച്ചൂടെ? ഞാൻ മണിരത്നം വിളിച്ചതായിരുന്നു. വയറ്റിളക്കം കാരണം അവർക്ക് പോകാൻ പറ്റിയില്ല. ആണോ? Fate, God is so cruel. Better luck next time. അപ്പൊ ഒരു നല്ല അയൽക്കാരനായി 30 ദിവസം ഞാനിവിടെ ഉണ്ടാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരിക്കാം. Okay. സാറ കാത്തലിക് ആണോ? അതെ. താങ്ക് യു. கொஞ்சம் ஓவரா பேசுற. ഒരു ഓവറും ഇല്ല. സ്ത്രീകളെ ബഹുമാനിക്കുന്നവര് ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നുയർന്നു പോകും. ഉയർന്നുയർന്നവന്റെ ഉച്ചി ഇടിക്കായിരുന്ന കൊള്ളാം. ഏ ആ